ബാലിന്ന് വന്നിട്ടുള്ള പെട്ടിപൊട്ടിക്കൽ വ്ളോഗാട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോ ബാലിന്ന് വന്നിട്ടുള്ള പെട്ടിപൊട്ടിക്കൽ വ്ളോഗാട്ടോ. നമ്മൾ ദുബായ് പെട്ടിപൊട്ടിക്കലും വിയറ്റ്നാം പെട്ടിപൊട്ടിക്കലൊക്കെ പോലെ ഒരു ഗ്രാൻഡ് പെട്ടിപൊട്ടിക്കലൊന്നും അല്ല. കാരണം വളരെ കുറച്ച് ഐറ്റംസ്, അതും യാണ്ടേ നമ്മൾ ഒരു സാധാരണ ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് കൊണ്ട് ആക്കിയിട്ട് ഒരു 2 മണിക്കൂറിന്റെ സമയം കൊണ്ടിട്ട് പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആട്ടോ. അതും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ. അതുകൊണ്ട് വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി കുറെ സാധനങ്ങളൊന്നും മേടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലും ഇന്നത്തെ പെട്ടിപൊട്ടിക്കൽ വ്ളോഗ്. ഞാൻ ഒറ്റയ്ക്കായിട്ടൊന്ന് പെട്ടിപൊട്ടിക്കണം, ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. സത്യം പറയാട്ടോ, എന്റെ പെട്ടിപൊട്ടിക്കൽ ഗ്യാങ്ങിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അമ്മ, വെല്ലി, ചേട്ടൻ, അമ്മു ഇവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അനന്ത് ഇതുവരെ അങ്ങനെ പെട്ടിപൊട്ടിക്കൽ വ്ളോഗിന് വന്നിട്ടില്ല കേട്ടോ. ഹോപ്പ്ഫുള്ളി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പിന് അടിപൊളി സ്ഥലങ്ങൾ പോകാം. കാരണം ഇപ്രാവശ്യം 2 പ്രാവശ്യം ഇല്ലേ, നമുക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കിട്ടിയ സമയം കൊണ്ട് അതും ഇതൊക്കെ ആയിട്ട് ഇത്തിരി മേടിച്ചതാണ്. അതും എനിക്കൊന്നും കൃഷ്ണമാട്ടി എന്നുള്ള സാധനങ്ങളാട്ടോ കൂടുതലും ഞങ്ങളുടെ കയ്യിൽ ഇരിക്കണം. എല്ലാരും അങ്ങനെ തന്നെയാ. അമ്മു അതെ അങ്ങനെയാ മേടിച്ചത്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ആട്ടോ മേടിച്ചത്. വളരെ കുറച്ച് സാധനങ്ങൾ, ടൂറിസ്റ്റ് സാധനങ്ങൾ. എനിക്ക് അവിടുത്തെ വെറൈറ്റി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. വേണ്ടേ നമ്മളെ കൊണ്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനും സമ്മതിപ്പിച്ചില്ല കേട്ടോ. കാരണം അത് ഹെൽത്തി അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതൊന്നും കഴിച്ചില്ല. അപ്പൊ നമ്മൾ ശരിക്കും ഒരു ടൂറിസ്റ്റ് എങ്ങനെയാണോ എൻജോയ് ചെയ്തത് അതുപോലെയാണ് ബാലി എൻജോയ് ചെയ്തത്. അതുപോലത്തെ സാധനങ്ങളായിരിക്കും ഈ പെട്ടിയിൽ ഉണ്ടാവണം. അപ്പൊ നമുക്ക് 1 by 1 നോക്കാം എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത്. ഈ ഒരു ക്യാബിൻ ബാഗിൽ കൊള്ളണ അത്രയും സാധനങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ സത്യം. അപ്പോ ഇത് ക്ലോത്തിങ് ആട്ടോ, ഇത് മുഴുവൻ. ഇത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. പകരം അല്ലറ ചില്ലറ കുറച്ച് കുഞ്ഞു സാധനങ്ങളുണ്ട്, അതെല്ലാം കാണിക്കാം കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി മേടിച്ച ഫസ്റ്റ് ഐറ്റം ഇത് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഇതില്ലേ, ഒരു വുഡിന്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള നെക്ക് പീസ് ആണ്. എനിക്ക് ഈ ക്വർക്കി ആയിട്ടുള്ള സാധനങ്ങൾ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാട്ടോ ഇത്. ഒരു വുഡന്റെ ഇങ്ങനത്തെ പീസ് വന്നിട്ട് കുറച്ച് ബീഡ്സ് ഒക്കെ വന്നിട്ട് ഒരു ത്രെഡിൽ കോർത്തെടുത്ത ഒരു മാലയാണ്. 31,500 ആണ് ഇതിനായത്. നമ്മുടെ ഏകദേശം ഒരു 79-100 സംതിങ്ങോ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഞാൻ ഭയങ്കര മോശമാണ്, മാക്സിലും മോശമാണ്, കൺവേർട്ട് ചെയ്യാനും മോശമാണ്. വേണ്ടോ, ഇതാണ് ഞാൻ ആദ്യം എന്റെ കാർട്ടിലേക്ക് എടുത്തിട്ടത്. ആ ഒരു കൃഷ്ണമാട്ടി പോയിട്ട്. പക്ഷേ എന്താ പറയണം, നമ്മൾ വൈറ്റ് ഡ്രസ്സിന്റെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ കളർ പോയില്ലെങ്കിൽ ഇതൊരു നല്ലൊരു ഐറ്റം കേട്ടോ. നെക്സ്റ്റ് ഐറ്റം ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. വേണ്ടോ, നല്ലൊരു നമ്മുടെ ഫീറ്റിന്റെ ടൈപ്പ് ഡിസൈൻ വന്നിട്ടുള്ള, അതിൽ കുറച്ച് ഹാൻഡ് പെയിന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആട്ടോ. ഞങ്ങൾ എപ്പോൾ ട്രിപ്പ് പോയാലും ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് ഒട്ടിക്കാറുണ്ട്. അത് നമ്മുടെ ഒരു ട്രാവൽ കഴിഞ്ഞിട്ടുള്ള ഒരു ആചാരമായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര അടിപൊളി ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒന്നും അവിടെ നോക്കിയിട്ട് കണ്ടില്ല. ഓൺലൈനിൽ ബെറ്റർ എടുത്തോണ്ട് പോകുന്നതാട്ടോ. പിന്നെ എനിക്കാണെങ്കിലും ഇങ്ങനെ ഭയങ്കര മാർബിളിന്റെ വലിയ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. കാരണം നമ്മൾ 2-3 പ്രാവശ്യം ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കുമ്പോഴത്തേന് അതിങ്ങനെ ഊർന്ന് താഴെ വീഴും, പൊട്ടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും മാക്സിമം തിന്നായിട്ടുള്ള ടൈപ്പ് ഓഫ് ആ മേടിക്കാറ്. അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരെണ്ണം ഞാൻ നോക്കി എടുത്തതാട്ടോ. ഇത് 4 പീസ് വരുന്നുണ്ട്. ഒരെണ്ണം ഇവിടത്തേക്ക് എന്റെ വീട്ടിലേക്ക്, ഒരെണ്ണം അനന്തയുടെ വീട്ടിലേക്ക്, പിന്നെ 2 ആർക്കെങ്കിലും കൊടുക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ വെറുതെ മേടിച്ച ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റിന്റെ പാക്ക് ഓഫ് 4 ആട്ടോ. ഇതിന് ഏകദേശം 12,000 ആയേക്കണം. ഇനി തേർഡ് ഐറ്റം വന്നിട്ട് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ബാങ്കിളാട്ടോ. നിറയെ ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സ്, ഐവറി വന്നിട്ട് അതിൻ്റെ ഉള്ളില് ലൈറ്റ് ഷെയ്ഡ് ബീഡ്സ് ഒക്കെ പോയിട്ടുള്ള നല്ലൊരു പീസാട്ടോ ഇത്. ഇത് ഞാൻ കണ്ടപ്പോ ഓക്കെ, ഞാൻ ഇത് യൂസ് ചെയ്യുന്നുള്ള ഉറപ്പിൽ മേടിച്ചതാണ്. ഓ, ഇത് 2 എണ്ണം ഉണ്ട്. വേണ്ടോ, അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ 2 എണ്ണം ഉണ്ടെന്നുള്ളത്. നമുക്കിങ്ങനെ ഒരുമിച്ചൊക്കെ ഇടാൻ നല്ലതാ. ഇതും അതെ, വൈറ്റ് ഡ്രസ്സിന്റെ കൂടെ ബീച്ച് വെയർ ഒക്കെ ആയിട്ട് ഇടാനായിട്ട് നല്ലതാട്ടോ. എന്റെ മാക്സിമം ആക്സറീസും ഇല്ല, ഇങ്ങനെ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കളക്ട് ചെയ്യണം എന്നുള്ളതാണ് സത്യം. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം പോയി കുറെ സാധനം ഒരുമിച്ച് ഓർഡർ ചെയ്യണമല്ല കേട്ടോ. ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ എമൗണ്ട് ആയിട്ട് കളക്ട് ചെയ്ത് വെക്കും ഞാൻ. കൊള്ളാം അല്ലേ? ഇതെനിക്ക് ചെറുതാന്ന് തോന്നുന്നു ഇത്തിരി. അമ്മൂന് പെർഫെക്റ്റ് ആയിരിക്കും. ഓ, കറക്റ്റ് സൈസ് കേട്ടോ. ഇത് കണ്ടോ, ഒട്ടിയിരിക്കണം കയ്യില്. പക്ഷെ കൊള്ളാം, നല്ലൊരു രസമുണ്ട്. പാക്ക് ഓഫ് 2 ആന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഭംഗിയുണ്ട് കാണാൻ. ഇനി നെക്സ്റ്റ് ഐറ്റം ഈ ഒരു ചിപ്സ് ആട്ടോ. ഒലെ ഘാസ് ബാലി. എന്ത് സാധനമാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചതെന്ന് അറിയില്ല. ഈ ഐറ്റത്തിന്റെ പേര് റംബക് പിസാങ് എന്നാണ്. കണ്ടപ്പോ എനിക്ക് പഴം വറുത്തത് പോലെ തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ഇതെടുത്തത്. തിന്നു കഴിയുമ്പോൾ അറിയുന്നത് എന്താ സാധനം എന്നുള്ളത്. അതെ, പഴത്തിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് പഴം വറുത്തത് തന്നെയാണ്. അപ്പോൾ റംബക് പിസാങ് ആണ്. നമുക്കിത് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്യണം. നല്ല ഷോർട്സ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. രസമുണ്ട് കാണാനായിട്ട്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഞാൻ വായിക്കാം. പിസാങ്, പിലിഹാൻ, ഗരം, മിന്യാക്, നബാത്തി. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഉള്ളത്. ഞാൻ വിചാരിക്കണു പഴവും ഓയിലും പഞ്ചസാര ആണെന്നുള്ളത്. ഉണ്ടോ? അതാണ് ഈ ഒരു ഐറ്റം. ഇനി എന്താണ് മേടിച്ചത്? പിന്നെ ഒരു സെറ്റ് ഓഫ് ക്യാൻഡിൽ കേട്ടോ. അത് സക്കൂറ, ഫ്രാങ്കിപ്പനി,
സാൻഡൽവുഡ്, ലാവെൻഡർ, റോസ്, ചെമ്പക, ലോട്ടസ്, ലാങ് ലാങ്. ഈ ലാങ് ലാങ് എന്ന് പറയണ ഇതില്ലേ, അത് കിട്ടില്ല ഫ്രാഗ്രൻസ് ആട്ടോ. കാരണം ഞങ്ങൾക്ക് മസാജ് ദിവസമുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. മസാജിന് ഞങ്ങൾക്ക് കുറേ ഓയിൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ലാങ് ലാങ് ഓയിലാണ് ചൂസ് ചെയ്തത്. അത്രയും നല്ല കിട്ടില്ല ഫ്രാഗ്രൻസ് ആട്ടോ ഈ ലാങ് ലാങ് എന്ന് പറയണത്. അത് നൈറ്റ് ക്വീൻ, ജാസ്മിൻ, അങ്ങനെ കുറേയേറെ ഫ്രാഗ്രൻസ് ഉള്ള ക്യാൻഡിലാണ്. അല്ലാണ്ട് നല്ല മണം കേട്ടോ ഇതിന്. ഓ നല്ല മണം, ജാസ്മിൻ്റെ മണം കേട്ടോ ഏറ്റവും കൂടുതൽ എടുത്ത് വെക്കണം. അതെ, ഇത് പാക്ക് ഓഫ് 10 ആണ് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചത് ഈ 2 വാലറ്റും അമ്മമാർക്കും വേണ്ടി മേടിച്ചതാണ്. ഓരോന്നിനും 15,000 രൂപ വീതമാണ് ഇത്. 15,000 രൂപയുടെ വാലറ്റ് വീതം അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തു. ഇത് രണ്ടും കൂടെ ആണെങ്കിൽ ഒരു നല്ലൊരു കോച്ചിൻ്റെയൊക്കെ വാലറ്റ് മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. 15,000 രൂപ കേട്ടോ. നിങ്ങൾ കൂട്ടിയെടുത്ത് എത്ര രൂപയെന്ന് എന്തെങ്കിലും അമ്മമാർക്ക് മേടിക്കണമെന്ന് കരുതി മാത്രം മേടിച്ചതാട്ടോ. നീലയും ഈ ബ്രൗണും. ഓൾറെഡി നീല എൻ്റെ രേണുമ്മ സെലക്ട് ചെയ്തു, ഇത് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇത് അനന്തും എടുത്തോണ്ട് വന്നതാട്ടോ ഈ മിൽക്കിന്റെ സ്ക്രബ്. അവിടെ ഇല്ലേ ഞങ്ങൾക്ക് മസാജ് ചെയ്ത് തന്ന് ഒരു മിൽക്കിന്റെ മോയിസ്ചറൈസർ ഇട്ട് വന്നു. ഭയങ്കര സ്മെല്ലായിരുന്നു. അതിന്റെ പൗഡർ കലക്കിയിട്ടാട്ടോ അത് യൂസ് ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോണ്ട് ഞങ്ങൾ അതിന്റെ പൗഡർ ഒരു കുറച്ച് ഗ്രാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫ്രാഗ്രൻസ് ഓർമ്മയുള്ളത് കൊണ്ട് അനന്തും എടുത്തിട്ട് വന്നതാണ്. ഞാൻ പിന്നെ നോക്കിയില്ല കേട്ടോ, ജസ്റ്റ് എടുത്തിട്ട് വന്നു. സ്ക്രബ് മിൽക്കിന്റെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നല്ല ഫ്രാഗ്രൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇല്ലേ, ഒരുമാതിരി ഓഞ്ഞ മണം. സീരിയസ്ലി ഭയങ്കര ഒരു മിൽക്കിന്റെ സ്മെല്ലൊന്നും അല്ല, എനിക്കൊരു ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആയിട്ട് ഇതിന്ന് ഫീൽ ചെയ്യണം. സ്ക്രബാണ് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാട്ടെ എങ്ങനെയുണ്ടെന്ന്. പക്ഷെ കുഴപ്പമില്ല, ഒരു ജാസ്മിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു മണം. അങ്ങനെ ഇത് ട്രഡീഷണൽ സ്പാ എസെൻഷ്യൽ സ്ക്രബ് ഇതിൽ എഴുതിയേക്കണം. മിൽക്കിന്റെ വേരിയന്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് അടുത്ത ഐറ്റം. പിന്നെ അനന്തും എടുത്ത കുറച്ച് ആക്സസറീസ് ആട്ടോ. ചുമപ്പും കറുപ്പും കൂടിയ കയ്യിലിടുന്ന എന്തോ ബ്രേസ്ലെറ്റ് പോലത്തെ എന്തോ സംഭവം ആട്ടോ. ഇത് അനന്തുവിന് ഇവിടെ വന്ന് പറഞ്ഞാൽ അനന്ത് ഇട്ട് നോക്കിട്ടോ. നീലയും ബ്ലാക്ക് ഉണ്ടായിരുന്നു, അതിപ്പോ ഇവിടെ കാണുന്നില്ല. ഓൾറെഡി പെട്ടിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചടിച്ച് മാറ്റിയൊക്കെ ഇട്ടൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല കാണാനായിട്ട്. ഇത് അനന്ത് സെലക്ട് ചെയ്തതാ. പിന്നെ സ്നാക്ക് ഐറ്റം കപ്പലണ്ടി. ഇവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ബാലിന്ന് കപ്പലണ്ടി മേടിച്ചോണ്ടാ. പിന്നെ ഇല്ലേ ഈ കപ്പലണ്ടി ഭയങ്കര വലുതാ, നമ്മുടെ ഇവിടെയും കിട്ടുമായിരിക്കും കേട്ടോ. പക്ഷെ അവിടെ ഇല്ലേ ബാലിയിൽ എന്തോരം ടൈപ്പ് കപ്പലണ്ടി കിട്ടുമെന്ന് അറിയോ. നല്ല വലുത്, ചെറുത്, മസാല ഇട്ടത്, മസാല ഇടാത്തത്, അങ്ങനെ കുറെ ഇവിടെ ഉണ്ട്. എന്നാലും ബാലിന്ന് കൊണ്ടുവന്ന കപ്പലണ്ടിയാണ് ഈ കാണുന്ന. ഇത് വെറും കപ്പലണ്ടി അല്ല ഗൈസ്, കെക്കാങ് കാപ്രി കെക്കാക് മാമ കപ്പലണ്ടിയാണ്. കൊള്ളാട്ടോ, 16,000 രൂപ ആയത്. ഒരു കപ്പലണ്ടി ഉപ്പുണ്ടോ ഇല്ല എന്നൊക്കെ തിന്ന് നോക്കുമ്പോ അറിയാം. പിന്നെ ഞാനൊരു ടാങ് ആണ് ഗൈസ് മേടിച്ചത്. പെട്ടി മേടിക്കാനുള്ള കാശ് ബാലിന്ന് തിരിച്ചു വന്നപ്പോ ഇല്ലാഞ്ഞതുകൊണ്ട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാനൊരു സാഷയാണ് മേടിച്ചോണ്ട് വന്നത്. ഇതിപ്പോ ഇവിടെ കൊടുക്കൂ അവിടെ കൊടുക്കൂന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാട്ടോ ഞാൻ. മാംഗോ ഫ്ലേവർ ആണ് ഇത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ആട്ടോ. അപ്പൊ നിങ്ങൾ ദുബായിലൊക്കെ പോകുമ്പോൾ ഞാൻ അന്നൊരു വലിയൊരു പെട്ടിയെ മേടിച്ചോണോ, ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ജസ്റ്റ് ഒരു സ്പൂൺ എടുക്കുക, വെള്ളം ഒഴിക്കുക, ഐസ് ഇടുക, കുറച്ച് പഞ്ചസാര മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഭയങ്കര ടേസ്റ്റി ആട്ടോ. ഷുഗർ കട്ട് ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ആരെങ്കിലും കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിർവാഹമുള്ളൂ. പക്ഷെ ഇത് ഈ ഒരു മാംഗോ നമ്മുടെ ഇവിടെ കിട്ടുന്ന മാംഗോ അല്ല ഗൈസ്, ഇത് ഭയങ്കര ടേസ്റ്റി ആട്ടോ ഈ ടാങ്. ഇനി ഈ ഒരു സെക്ഷനിലുള്ളത് ക്ലോത്തിങ് ആട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, കാരണം ക്ലോത്തിങ് കുറച്ചുണ്ട്. ബാക്കി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലോത്തിങ് കാണിച്ചു തരാം. വലിയ കാര്യത്തിൽ ഇപ്പുറത്ത് കുറെ ഐറ്റംസ് ഉണ്ട്, നമ്മൾ തുറന്നപ്പോ ഇപ്പുറത്ത് മുഴുവൻ ക്ലോത്തിങ് ആട്ടോ. എനിക്ക് തോന്നുന്നു ബാക്കി ഞാൻ പറഞ്ഞില്ലേ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൃഷ്ണ, അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളാട്ടോ. മുഴുവൻ സാധനങ്ങളും വീട്ടിടുന്ന പോലത്തെ സാധനങ്ങളാണ്. ഒരു സാധനം പോലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങള് ഫിൻസ് ക്ലബിലും അതുപോലെ തന്നെ നമ്മുടെ ഇച്ചായന്റെ അറ്റ്ലസ് ക്ലബിലൊക്കെ പോയ സമയത്ത് കിടിലം സാധനങ്ങൾ റോഡ് സൈഡിൽ കണ്ടായിരുന്നു. അവിടെ ഒന്നും വണ്ടി നിർത്തി തന്നില്ല, കാരണം നമ്മളുടെ മുട്ടൻ വാങ്ങനായിട്ട് നമ്മളെല്ലാവരെയും കൂടി കൊണ്ടുപോയത്. അതുകൊണ്ട് അവിടെ നിർത്താനായിട്ട് സമയം ഉണ്ടായില്ല. പിന്നെ നമ്മുടെ അന്നത്തെ അജണ്ടയിൽ ഷോപ്പിംഗ് ഇല്ല, ഫിൻസ് ക്ലബും ഇതുമായിരുന്ന കൊണ്ടിട്ട് നമ്മൾ വേറെ പരിപാടിക്കൊന്നും നിന്നില്ല. ജസ്റ്റ് കണ്ട് ആസ്വദിച്ച് പോവാണ്ടോ ചെയ്തത്. ആ ഒരു സ്ട്രീറ്റ് അടിപൊളിയായിരുന്നു, കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു യാണ്ടയ്ക്ക് കമ്മീഷൻ ഉണ്ടെന്ന് കൃഷ്ണ പറഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങണം നിർത്തിയാൽ തോന്നണം. അന്നേരം അവിടെ നിന്ന് കുറച്ച് വീട്ടിലിടുന്ന പോലത്തെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. ഫസ്റ്റ് ഐറ്റം ദേ ഇതാണ്, അനന്തു മേടിച്ചതാട്ടോ. ഇത് കണ്ടോ, നല്ല ഒരു പാൻസ് ആണ്. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ അനന്തു. എനിക്ക് തോന്നുന്നു അനന്തു ഏതെങ്കിലും ബീച്ചിലൊക്കെ പോണ സമയത്തൊക്കെ ഒരു വൈറ്റ് ഷർട്ടിന്റെ കൂടെ ഒക്കെ ഇടാൻ നല്ലായിരിക്കും തോന്നുന്നു, കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല വയലറ്റ് ഷെയ്ഡാണ്. പിന്നെ അനന്തുവിന്റെ എന്ന് പറയുന്നത് എന്റെയും കൂടി ആണല്ലോ, അതുകൊണ്ടിട്ട് ഞാൻ അടിച്ചു മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ലൊരു ബ്ലാക്ക് ടീഷർട്ടിന്റെ കൂടെ ഒക്കെ കിഡ്ലനായിരിക്കും ഇടാനായിട്ട്. ഇത് കണ്ടോ, നല്ല റയോൺ മെറ്റീരിയൽ ആട്ടോ. ഇതും കളറ് പോകുന്ന എനിക്ക് അറിയില്ല. ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇനി നനയ്ക്കരുത്, ഇട്ടിട്ട് നനയ്ക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രിന്റ് ആട്ടോ. ഇതൊരു ഭൂതത്തിന്റെയോ ഒരു ബാലിയിലെ ഏതോ ഒരു ടൈപ്പ് സാധനത്തിന്റെ പ്രിന്റ് ആട്ടോ.
പക്ഷെ നല്ല രസമുണ്ട്. ഈ കോൺട്രാസ്റ്റ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. 2 കാലിന്റെ 2 സൈഡിലായിട്ട് ഇട്ട് കഴിയാൻ നേരത്താണെങ്കിലും സാധാ പാൻസിലോട്ട് ഞാനിത് ഇട്ട് കാണിക്കണില്ല. ഫോട്ടോസൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ട്, അല്ലാണ്ട് എനിക്ക് വൈകിട്ട് കാണിക്കാനുണ്ട്. കാരണം കുറെ ഡ്രസ്സ് ഉണ്ട്. ഇതൊക്കെ അനന്തുവിന്റെ ആണ്, ഞാൻ ഇടുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടിട്ട് അനന്തു തന്നെ ഇട്ട് കാണിക്കും. ഇതുണ്ടോ, എലാസ്റ്റിക് ഉണ്ട്, സൈഡിൽ 2 പ്രിന്റ് വരണ നല്ലൊരു പാൻസ് ആണിത്. പിന്നെ ഈ സൈഡിൽ വീണ്ടും അനന്തുവിന്റെ പാൻസ് ആണ്. ഇത് കണ്ടോ, ഇത് പ്ലെയിൻ ആട്ടോ. പക്ഷെ ഇത് അനന്ത് വന്നപ്പോൾ ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. ഓൾറെഡി ഇട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇറക്കാൻ കുറവില്ല. അതുകൊണ്ട് പറഞ്ഞു, ചാരു നീ എടുത്തോ, നീ ഇട്ടത് സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ട് എനിക്ക് ഒരെണ്ണം കിട്ടി കൈസ്, ഒരു പാൻറ് കിട്ടി. ഉണ്ടോ, നല്ലൊരു ലിനൻ ടൈപ്പ് വരുന്ന പാൻറ് ആട്ടോ. ഒരു ബ്ലാക്ക് ടോപ്പിന്റെ കൂടെ ഒക്കെ വീട്ടിലിട്ട് നടക്കാൻ നല്ലതായിരിക്കും തോന്നി. പക്ഷെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആട്ടോ. ആ കൃഷ്ണമഠിൽ എന്ത് സാധനം ഉണ്ടോ അതെല്ലാം ഫ്രീ സൈസ് ആണെന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും ഇടാവുന്ന രീതിയിൽ ഉള്ള സാധനങ്ങളാട്ടോ. പിന്നെ ഞങ്ങളുടെ ഇഞ്ചുക്കുട്ടന് ഞങ്ങൾ കൃഷ്ണമാട്ടിന്ന് വീട്ടിലിടുന്ന പോലത്തെ 2 സാധനം എടുത്തു. കണ്ടോ, ഒരു കുഞ്ഞ് പച്ച ടീഷർട്ടും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് നിക്കറും എടുത്തു. ഇത് അവന് വലുതായിരിക്കും തോന്നട്ടോ, കാരണം അവന് ഇത്രയൊന്നും ഇല്ല. എന്നാലും അവനെന്തോ ഇത്തിരി ലൂസായിട്ട് കിടക്കട്ടെ, ഭംഗി ഉണ്ടാവും പറഞ്ഞിട്ട് ഒരു ലൂസ് സാധനം എടുത്തതാട്ടോ. ഇത് കണ്ടോ, രസമുണ്ട് കാണാൻ, കളർ കോമ്പിനേഷൻ കൊള്ളാം, പച്ചയും നീല്. പിന്നെ നിങ്ങൾ കാർത്തിയുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അനന്തു ചെന്ന ദിവസം പോലെ യാണ്ടയുടെ മുണ്ട് കണ്ടിട്ട്, യാണ്ടേ ഈ മുണ്ട് എവിടെ നിന്ന്, എനിക്ക് വേണോ മുണ്ട്, യാണ്ടേ എവിടെ നിന്ന് ഈ മുണ്ട്. അപ്പോൾ യാണ്ടേ നല്ല 2 lakh rupees മുണ്ട് കൊടുത്തേക്കണെന്നാ പറഞ്ഞത്. അവിടുത്തെ 2 lakh rupees, കാരണം നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ ഉണ്ടിട്ട് അടിപൊളിയായിട്ടുള്ള സംഭവം. അപ്പൊ അനന്തു അത് വേണം 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 എന്നാണ് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പൊ യാണ്ടേ എനിക്കത് കൊണ്ടുപോയോ, കാരണം ഞാൻ അത് പേ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ യാണ്ടനോട് 3-4 വർഷം പറഞ്ഞിട്ടുണ്ട്. യാണ്ടേ സഹി കെട്ട് ലാസ്റ്റ് ദിവസം ഈ മുണ്ട് ഇത് യാണ്ടേ കൊടുത്തിട്ടൊരു ബന്ധമില്ലെന്നുള്ള സത്യം. പക്ഷെ ഇത് ആനന്ദുവിനും കാർത്തിക്കും കണ്ണൻ ചേട്ടനും സ്നേഹത്തോടെ യാണ്ടേ ഗിഫ്റ്റ് ചെയ്തു. ഭയങ്കര ഗ്രേറ്റ്ഫുൾ, താങ്ക് യു യാണ്ടേ. നമുക്ക് ഭയങ്കര എന്താ പറയണേ, ഒരു ഗിഫ്റ്റ് ചെയ്യാൻ കാണിച്ചൊരു മനസ്സിനുണ്ട്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. വേണം 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 എന്ന് പറഞ്ഞിട്ട് 3 പേർക്കും കൊണ്ട് കൊടുത്തു വർക്ക്. അത് കാർത്തിയുടെ വ്ളോഗൊക്കെ കാണാട്ടോ നിങ്ങൾക്ക്. ഇത് കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നീലയും വൈറ്റും കൂടി ഇവർ വിശ്വസിക്കണം എന്താ പറയുക, യാണ്ട് കൊടുത്തിരുന്ന മുണ്ട് ബ്ലാക്കും വൈറ്റും കേട്ടോ. അവർ വിശ്വസിക്കണത് നല്ലതും ചീത്തയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ ആ പ്രിന്റിനെ കാണണേന്നാ പറയണേ. ഇത് പ്രിന്റ് ആട്ടോ, ഇത് വെറും പ്രിന്റ് ആണ്. മറ്റേത് എംബ്രോയിഡറി ആയിരുന്നു. ഈ പ്രിന്റ് വന്നിട്ട് ബ്ലൂവും ബ്ലാക്കും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി മുണ്ട്. പിന്നെ ഈ മുണ്ടിന്റെ പ്രത്യേകത ഉണ്ട്, മറ്റേ അറ്റുമില്ലാത്ത മുണ്ടാണ് ഗൈസ്. ഇത് കണ്ടോ, നമ്മൾ കുഴലിൽ കയറണ പോലെ വേണം ഈ മുണ്ടിൽ കയറാനായിട്ട്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു അവരുടെ സിസ്റ്റം. അങ്ങനത്തെ മുണ്ടാട്ടോ, ഇങ്ങനെ ഉടുത്തെടുക്കാൻ പറ്റില്ല. ഇതിൽ നമ്മൾ ആദ്യം കയറി നിന്നിട്ട് വേണം ഇതിങ്ങനെ ആക്കാനായിട്ട്. അങ്ങനത്തെ ഒരു മുണ്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ നാട്ടിലും അടിപൊളിയായിരിക്കും, കാരണം എളുപ്പമൊന്നും കുറച്ചും കൂടി ഉടുക്കാനായിട്ട്. അപ്പോൾ അതാണ് യാണ്ട് ഇവർക്ക് ഗിഫ്റ്റ് ചെയ്ത മുണ്ട്. പിന്നെ ഞാൻ കൃഷ്ണമാട്ടിന്ന് മേടിച്ചൊരു സാധനമായിട്ടോ, അത് ഈ റൂമിലേക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. രാത്രി ഇത് ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ പേടിക്കുമെന്നറിയില്ല, ചിലപ്പോൾ ഇതൊക്കെ ഇട്ട് ഞാൻ തന്നെ പേടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇത് നല്ല ഒച്ചയാണ്. രാത്രിയാകുമ്പോൾ ഞാൻ വല്ല വെളിച്ചപ്പാടും വന്നെന്ന് പറഞ്ഞു പേടിച്ച് രാത്രി എണീക്കുമെന്ന് അറിയില്ല. എന്നാലും പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. എനിക്ക് തോന്നണം ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട് ഈ സാധനം ഏതോ ഒരു മീനിന്റെ ചെതുമ്പലാണെന്നുള്ള കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കാനുള്ള. പക്ഷെ ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. മൊത്തത്തിൽ ആ ഒരു വൈറ്റും ആ ഒരു ഇതും കൂടിയുള്ള കോമ്പിനേഷൻ നമ്മുടെ മുറിക്ക് അടിപൊളിയാന്ന് തോന്നുന്നു. പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ രാത്രി സമാധാനമായിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. നല്ല സൗണ്ടായിട്ടാ, പുറത്ത് എവിടെയെങ്കിലും തൂക്കാം. പക്ഷെ നല്ല രസമില്ല കാണാനായിട്ട്, ഭയങ്കര രസമുള്ള കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ശംഖ്, ഇതിലിങ്ങനെ നിറയെ ഹാങ്ങിങ്സ്, നല്ല കളകളം സൗണ്ട്. ഭയങ്കര മൈൻഡ് അടിപൊളിയാക്കണ സൗണ്ട്. നമുക്ക് ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ തൂക്കിയിടാൻ അടിപൊളിയാട്ടോ, കൊള്ളാല്ലേ. ഇനി ഇതാണ് മുഴുവൻ ഓപ്പൺ ചെയ്ത് കാണിക്കാനുള്ളത്. എൻ്റെ ഓർഗനൈസറിന്റെ ലിങ്ക് എന്തോരം പേരാ പർച്ചേസ് ചെയ്തേക്കണം എന്നറിയാമോ? സീരിയസ്ലി ഇത് ഭയങ്കര നല്ലതും കേട്ടോ. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഒതുക്കി പെറുക്കിയൊക്കെ വെക്കാനായിട്ട് ഈ പാക്കിംഗ് ക്യൂബ് ഭയങ്കര നല്ലതാണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്ക്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് മുഴുവൻ എൻ്റെ ഓരോരോ ഐറ്റംസ് ആട്ടോ. കണ്ടോ, ഫസ്റ്റ് ഐറ്റം ഈ ഒരു അടിപൊളിയായിട്ടുള്ള ബാലിയിലെ ഫ്രീക്ക് നൈറ്റിയാണ് ഗൈസ്. കണ്ടോ, കൊള്ളാല്ലേ. ഞാൻ എടുത്തത് തന്നെ ഈ എംബ്രോയിഡറി കണ്ടിട്ടാട്ടോ. അത് ഫുൾ ലോങ് നൈറ്റി ആട്ടോ. രാത്രി ഇട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഭയങ്കര സുഖമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. റയോൺ ഫാബ്രിക് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഫുൾ ബട്ടൺ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിടാൻ പാകത്തിന് ഒക്കെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാൻ വേണമെങ്കിൽ. സ്ലീവ്ലെസ് ആട്ടോ വന്നിട്ടുള്ളത്. ഒരു കെട്ട കൊടുത്തിട്ടുണ്ട് പുറകിൽ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ മേടിക്കാൻ വേണ്ടി. എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ എന്ന് കരുതി മാത്രം മേടിച്ചതാണെന്നുള്ളതാണ് സത്യം. ഈ ഒരു നൈറ്റിയാണ് ഇത്. ലക്ഷങ്ങൾ വിലയുള്ള നൈറ്റിയാണ് ഗൈസ്.
1,59,000 രൂപയുടെ ഈ നൈറ്റിക്ക്. കണ്ടോ, നല്ല മെറൂൺ ഷെയ്ഡ് ആട്ടോ. ഈ കോമ്പിനേഷൻ കണ്ട് മാത്രം എടുത്താണ് ഞാൻ. ഇതൊക്കെ ഇനി ഫിറ്റ് ആവണമെന്നൊക്കെ ഇട്ട് നോക്കണം, കാരണം എനിക്കറിയില്ല ഇത് ഫിറ്റ് ആവുമോ എന്നുള്ളത്. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാട്ടോ. അതേപോലെ തന്നെ പ്രിന്റ് വരണ ഒരു ഷോർട്ട് സെറ്റ് ആട്ടോ. സെയിം തന്നെ, എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ ആട്ടോ ഇരിക്കണത്. കണ്ടോ, നല്ല ഒരു റെഡില് വന്നിട്ട് നല്ല വൈറ്റ് ഇങ്ങനത്തെ എംബ്രോയിഡറി, താഴത്താണെങ്കിലും എംബ്രോയിഡറി ഉണ്ട്, ബാക്ക് സൈഡിലും ഉണ്ട് എംബ്രോയിഡറി. സ്കാലപ്പ് പാറ്റേൺ ഒക്കെ ഇതിന്റെ സൈഡിൽ കൂടി പോയിട്ടുണ്ട്. രസമുണ്ട് കാണാനായിട്ട്. അതിന് തന്നെ ചേരണ സെറ്റായിട്ടുള്ള ഒരു നിക്കറും ഉണ്ട്. നിക്കർ എന്ന് പറയാൻ പറ്റില്ല, പാവാടയാണോ അല്ല, നിക്കറാണോ അല്ല, നീളമുണ്ടോ ഉണ്ട്, നിക്കറാണോ അതെ, ഒരവസ്ഥ ഉണ്ടത്. കണ്ടോ, നീളമുള്ള ഒരു നിക്കർ. പിന്നെ നെക്സ്റ്റ് ഒരെണ്ണം ദേ ഇതുപോലത്തെ ബ്ലാക്ക് ആട്ടോ. ഇത് ഞാൻ അനന്തൂടെ ചേട്ടൻ്റെ വൈഫ് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ചേച്ചിക്ക് കൊടുക്കാം, ജോയി ചേച്ചിക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മേടിച്ചൊരു നൈറ്റിയാണ്. ബ്ലാക്കിൽ വന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനത്തെ കളേഴ്സ് വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് കാണാം. ഈ ബ്ലാക്കിൽ ഈ ഒരു കോൺട്രാസ്റ്റ് വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു ഷോർട്ട് നൈറ്റി ആട്ടോ. താഴത്തും ഇതുപോലെ തന്നെ ലീഫ് മോട്ടീഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് പിള്ളേരെ ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. പ്രത്യേകിച്ച് വൗ ഐറ്റംസ് ഒന്നും ഉണ്ടല്ലോ. 94,000 രൂപയുടെ നൈറ്റിയാണ് ഗൈസ്. കണ്ട, ഇതാണ് അടുത്തത് മേടിച്ചത്. പിന്നെ ഞാൻ എന്തിനോ വേണ്ടി മേടിച്ച ഒരു ടീഷർട്ട് ഉണ്ട്. എനിക്കറിയാൻ പാടില്ല എന്തിനാണെന്ന്. ഉടുപ്പാണോ അല്ല, ടോപ്പാണോ അല്ല, ബനിയൻ മെറ്റീരിയൽ ആയതുകൊണ്ട് മാത്രം ഇടാൻ സുഖം ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് മേടിച്ചാട്ടോ. രാത്രി വീട്ടിൽ കൂടിയൊക്കെ ഇടാം, അല്ലെങ്കിൽ വീട്ടിൽ കൂടി ഇട്ട് നടക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ മേടിച്ചാണ്. ഷോർട്സിന്റെ കൂടെയൊക്കെ ഇടാനായിട്ട് സുഖം ഉണ്ടാവുന്ന കരുതി, ചൂടത്ത് സുഖം ഉണ്ടാവുന്ന കരുതി മേടിച്ചതാട്ടോ. ഒരു സാധാരണ ഒരു ടോപ്പ് കണ്ട. ഇതാണ് ഞാൻ അടുത്തത് മേടിച്ചത്. പിന്നെ വീണ്ടും അനന്തുവിന്റെ ഒരു നിക്കർ ഉണ്ട്, ബാലി എന്ന് എഴുതിയിട്ടുള്ള നിക്കർ. ഇതൊക്കെ അവര് ബാലി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കണ സ്റ്റോറാട്ടോ. ഫുൾ സാധനങ്ങളും ഐ ലവ് ബാലി, ബാലി ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അതുപോലത്തെ സാധനങ്ങൾ മാത്രം വിൽക്കണ ഒരു ഷോപ്പാട്ടോ ഈ കൃഷ്ണമാട്ട്. കണ്ടോ, ബാലി എന്നും പറഞ്ഞ് എഴുതിയേക്കണ ഒരു നിക്കർ. ഇതൊക്കെ നമുക്ക് ഓർക്കാം. ഈ നിക്കർ ഇടുമ്പോൾ നമ്മുടെ ബാലി മെമ്മറീസും വരും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അത് ഈ നിക്കർ, ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. 2 പ്രിന്റൊക്കെ ആയിട്ട്. ഇത് ശരിക്കും ഇവിടെ അല്ലായിരുന്നു വരേണ്ടത്, ഇവിടെയായിരുന്നു വരണ്ടേന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ അത് താഴെ പോയി. പക്ഷെ കൊള്ളാം. ബ്ലാക്ക്, ഇതിലും ബാലിന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കണ്ടോ, ബാലിന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 2 സൈഡിലും ഉണ്ട്. എനിക്കൊന്നിനും ഇത് എന്തോ അവിടുത്തെ സിംബോളിക് ആയിട്ടുള്ള എന്തോ സാധനം ആട്ടോ. കാരണം ആ പാന്റിലും കണ്ടില്ലേ പ്രിന്റ്, ഭയങ്കരമായിട്ട് എടുത്തിക്കണ പ്രിന്റ്. അതും ലിനൻ പോലത്തെ ഒരു മെറ്റീരിയൽ ആയിട്ടാ വന്നേക്കണം. പിന്നെ ഞാൻ എടുത്തത് നേരത്തെ കണ്ടില്ലേ ഈ ബ്ലാക്ക് നൈറ്റി, അതിന്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള ബ്ലൂ ആണ്. നല്ല ബ്ലൂ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഞാൻ എടുത്ത. പക്ഷെ ഞാൻ ഓർത്തു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ചേച്ചിക്ക് കൊടുത്ത ബ്ലൂ തന്നെ. അപ്പോൾ ഓർത്തു ചേച്ചി ഇതായിരിക്കും ഇപ്രാവശ്യം സെലക്ട് ചെയ്യണേന്ന്. ചേച്ചിക്ക് ഓപ്ഷൻ കൊടുക്കുക, ഇഷ്ടമുള്ള ചേച്ചി എടുത്തോട്ടെ. ഇതുണ്ടോ, ഇത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ലൈറ്റ് പിങ്കും ബ്ലൂ ഒക്കെ ആയിട്ട് കുറച്ച് പ്രിന്റ് അവിടെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ഉണ്ട്, താഴത്തെ ഭാഗത്തും ഒക്കെ പ്രിന്റ് ഉണ്ട് കേട്ടോ. പക്ക ഒരു എന്താ പറയുക, വീട്ടിൽ കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു നൈറ്റി. എനിക്ക് അങ്ങനെ ഇവിടെ തോന്നിയത്. രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ആകെ ബാലിന്ന് മേടിച്ചത്. പിന്നെ അവിടെ കുറെ നല്ല ഫുഡ് ഞങ്ങൾ ട്രൈ ചെയ്തു, കുറെ നല്ല മെമ്മറീസ് ഉണ്ടാക്കി. ഇതൊക്കെയാണ് ഞാൻ ബാലിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. ഭയങ്കര രസമുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. ഓവറോൾ ട്രിപ്പ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്നുള്ളതാണ്. കാർത്തി, വർഷ, അനന്തു, എൻ്റെ അമ്മ പറയായിരുന്നു കേട്ടോ, എൻ്റെ പിള്ളേര് നന്നാവട്ടെ എന്ന് ഓർത്താണ് എല്ലാത്തിനെയും കല്യാണം കഴിപ്പിച്ചത്. അപ്പോഴാ വന്ന് കയറിയത് അതിനേക്കാളും വിറ്റ സാധനങ്ങൾ കേട്ടോ എൻ്റെ അമ്മ പറയണേ. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമന്റും കണ്ടു, നിന്നതോ കൊള്ളാം, വന്നത് അതിനേക്കാളും വെട്ടിയ സാധനങ്ങളൊന്നും. സത്യം കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ഞങ്ങളുടെ വൈബിന് മാച്ച് ചെയ്യണ പാർട്ട്നേഴ്സിനാണ് ഗൈസ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ട്രിപ്പ് ഓവറോൾ എൻജോയ് ചെയ്തു. വർഷമൊക്കെ തകർക്കണം. എനിക്ക് ഉമ്പിടിയുടെ വേഷത്തിലാട്ടോ വർഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. വർഷം കൂടെ ജീവിച്ച് കാണിച്ചു. എല്ലാം കൊണ്ടും ട്രിപ്പ് വൈൻഡപ്പ് ആയി. ഹാപ്പി ആയിട്ടുള്ള ട്രിപ്പ്. നെക്സ്റ്റ് ഇയർ ഞങ്ങളും ഇനിയും ട്രിപ്പ് പോകാനായിട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു. ഭയങ്കര ഹാപ്പി ആയി ഞങ്ങളെല്ലാവരും. നെക്സ്റ്റ് ഇയറും പോകാൻ പറ്റട്ടെ ഹോപ്പ്ഫുള്ളി. അപ്പൊ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് നമ്മള് മേടിച്ച ഐറ്റംസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം. എനിക്കറിയാം ഭയങ്കര വൗ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ യൂഷ്വൽ കാഷ്വൽ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.